എത്നോ മെഡിസിനിൽ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സജീവ് കുമാറിനെ കണ്ടുമുട്ടിയതും കഴിഞ്ഞ ഓണക്കാലത്തെ കൃഷിദീപത്തിൻ്റെ സംപ്രേഷണത്തിൽ പാഴ്ചെടികളെ അഥവാ കളകളെക്കുറിച്ചുള്ള ആശയങ്ങൾ അദ്ദേഹം നമ്മോട് പങ്കുവച്ചതും. ഈ അടുത്ത് നിയമസഭ സമ്മേളിച്ച ഒരു ദിനം ഉച്ചനേരത്താണ് കളകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ വിഭവങ്ങളുമായി ഡോക്ടർ സജീവും വൈക്കത്തെ അനാമയ ഓർഗാനിക് ക്ലബ്ബും ചേർന്ന് നമ്മുടെ നിയമസഭാ സാമാജികരെ വരവേറ്റത്. ചൊറിയണവും മഷിത്തണ്ടും പനച്ചീലയും കാട്ടുചീരയുമൊക്കെ രുചിയോടും ഗുണത്തോടും കൂടി അവതരിപ്പിച്ചു അവിടെ. പാഴ്ചെടികളുടെ ഭക്ഷ്യഗുണവും ഭക്ഷണത്തിൻ്റെ ഔഷധഗുണവും പ്രകടമാക്കുന്ന പ്രസ്തുത സന്ദർഭത്തിൻ്റെ വിലപ്പെട്ട ദൃശ്യങ്ങൾ കൃഷിദീപത്തിന് മാത്രമായി ലഭിച്ചത് ഇതാ. ചൊറിഗണം എന്നു പറഞ്ഞാൽ ചൊറിയുന്ന ചെടികളുടെ ഗണം. ചൊറിയണം എന്നും ഇവറ്റ അറിയപ്പെടുന്നു. ഒന്നു തൊട്ടാൽ ദേഹത്താകെ ചൊറിച്ചിലുണ്ടാക്കുന്ന ചെടികളാണിവ. അവളെ പേടിച്ചാരും ആ വഴി നടപ്പിയില്ല എന്ന കവിവചനം ചൊറിഗണമുള്ള പറമ്പിന് നന്നായി ഇണങ്ങും. തൊട്ടാൽ ചൊറിയുമെങ്കിലും അപാര ഔഷധ ഗുണമുണ്ട് ഈ ചെടിക്ക്. പ്രഷർ, പ്രമേഹം തുടങ്ങിയ രോഗാവസ്ഥകൾ ശമിപ്പിക്കാൻ ചൊറിയണത്തിന് കഴിയും. പണ്ടുകാലത്ത് നമ്മുടെ പറമ്പുകൾ ഔഷധ ചെടികളുടെ കലവറയായിരുന്ന കാലത്ത് ചൊറിയണത്തിന് പ്രത്യേക മഹിമ തന്നെയുണ്ടായിരുന്നു. കർക്കിടക മാസത്തിൽ കഞ്ഞിയുണ്ടാക്കാൻ ശേഖരിച്ചിരുന്ന ഈ ഔഷധികൾ പൂർവികരുടെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇങ്ങോട്ട് പറമ്പുകൾ കുറയുകയും വീടുകൾ കൂടുകയും ചെയ്തപ്പോൾ ഔഷധ ചെടികൾ കാണാക്കാഴ്ചയായി. ചൊറിയണവും മഷിത്തണ്ടും തകരയുമൊക്കെ കാണാമറയത്തായി. വർഷത്തിൽ ഒരു കർക്കിടക കഞ്ഞിക്ക് ശേഖരിക്കാൻ പോലും കിട്ടാനില്ലാത്ത സ്ഥിതിയായി. എന്നാലും പറമ്പിലെ ഔഷധികളുടെ മഹിമ അറിഞ്ഞും പറഞ്ഞുമറിഞ്ഞ ഇന്നത്തെ തലമുറയിലെ ചിലരെങ്കിലും ഈ അമൂല്യ സമ്പത്തിനെ പരിചയപ്പെടുത്താനായി യത്നിക്കുന്നു. ഡോക്ടർ സജീവും അനാമയ എന്ന പ്രസ്ഥാനവും ഈ വഴിയിൽ സഞ്ചരിക്കുന്നു.